കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ലബി സജീന്ദ്രൻ ചേരും. ലബി, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു വൈബ്രന്റ് റീജിയണൽ ചീഫാണ് നമ്മുടെ ഒപ്പം ഉള്ളതല്ലേ. ഇപ്പം ലബി, ഈ വിഷു ഒക്കെ എന്തായി? ഗുഡ് മോർണിംഗ് വെങ്കി, ശ്രുതി. വിഷുവൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കണിക്കൊന്നയൊക്കെ ഓഫീസിനുള്ളിൽ കണിക്കൊന്നയൊക്കെ പൂത്തിങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് വിഷു അടുത്തെത്തി. അതിൻ്റെ ഒരു ആഘോഷം എല്ലാവരുടെയും മനസ്സിലുണ്ട് വെങ്കി. യെസ്, അപ്പോൾ എന്തായാലും ഈ വിഷുവിന് ബ്യൂറോയിൽ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? സാധാരണ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ നമ്മൾ ബ്യൂറോയിൽ വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ വിഷുവിനും നമ്മൾ ഈ തിരക്കിനിടയിലും, വലിയ തിരക്കാണല്ലോ നമ്മളുടെ ഈ വാർത്തകളുടെ ഒരു വലിയ തിരക്കിൻ്റെ ഓട്ടമാണ്. ഇതിനിടയിൽ പരമാവധി എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി എല്ലാ ആഘോഷവും നടത്താറുണ്ട്. അതുപോലെ തന്നെ വിഷുവും ഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം. അതെ വെങ്കി, തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വൈബ്രന്റ് ചീഫാണ്, റീജിയണൽ ചീഫാണ്. അപ്പോൾ ആ വൈബ്രന്റ് ആയി തന്നെ വിഷു ഇത്തവണ ആഘോഷിക്കുക അല്ലേ? അപ്പോൾ നമുക്കിനി വാർത്തയിലേക്ക് കൂടി വരണം. അപ്പോൾ വാർത്തയിലേക്ക് വരുമ്പോൾ ലബി, കൊച്ചിയിൽ ജില്ലാ കോടതി സമുച്ചയത്തിൽ നടന്ന പരിപാടിയിൽ ഈ വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിൽ ഏറ്റുമുട്ടിയല്ലേ? അപ്പോൾ 12 പേർക്ക് പരിക്കേറ്റുമെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിൽ പോലീസുകാരുമുണ്ട്. അപ്പോൾ എന്താണ് അതിലെ കൂടുതൽ വിവരങ്ങൾ? വെങ്കി, വലിയ സംഘർഷമാണ് ഉണ്ടായത്. അർദ്ധരാത്രിയോടുകൂടിയാണ് സംഘർഷത്തിന് തുടക്കം. ജില്ലാ കോടതി സമുച്ചയത്തിലാണ് സംഘർഷം ആദ്യം ഉണ്ടാകുന്നത്. അവിടെ അഭിഭാഷകരുടെ വാർഷിക യോഗം നടക്കുകയായിരുന്നു. അതിനെ തുടർന്ന് DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ വാർഷിക യോഗത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്. അഭിഭാഷകർ പറയുന്നത് ഈ വാർഷിക ആഘോഷം നടക്കുന്ന കോടതി സമുച്ചയത്തിനകത്തേക്ക് വിദ്യാർത്ഥികൾ കടന്നു കയറി അക്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാഗം അകാരണമായി മദ്യപിച്ച് അഭിഭാഷകർ അക്രമം നടത്തുകയായിരുന്നു എന്നാണ്. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നുണ്ട്. ഇവിടെ വലിയ സംഘർഷം ആണെന്നറിഞ്ഞ് അങ്ങോട്ട് പോലീസ് എത്തി. പോലീസിനും ഈ സംഘർഷത്തിനിടയിലേക്ക് ഇത് തടയാനെത്തിയ പോലീസിനും പരിക്കേറ്റു. 2 പോലീസുകാർക്കാണ് പരിക്കേറ്റുള്ളത്. ഏതായാലും 12 പേർക്ക് പരിക്കേറ്റ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണ്. ഈ പരിക്കേറ്റവരിൽ മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയുമുണ്ട്. അത്തരത്തിൽ ഇവർക്ക് പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദിൽ ആണ് പരിക്കേറ്റ്, ഗുരുതരമായി പരിക്കേറ്റ SFI നേതാവ്. ബാക്കി വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും പോലീസുകാർക്കുമൊക്കെ ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഉള്ളത്. എല്ലാവരെയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഘർഷം അറിഞ്ഞ് ഇങ്ങോട്ട് ഇത് തടയാനെത്തിയതായിരുന്നു പോലീസ്. അതിനുശേഷം ഈ സംഘർഷം പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവിടെയും 2 വിഭാഗവും എത്തി. അവിടെയും സംഘർഷം തുടർന്നു. ഏതായാലും ഇന്നലെ അർദ്ധരാത്രിക്ക് തുടർന്ന സംഘർഷം 2 മണിക്കൂറുകളോളം ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും വെങ്കി. ഓക്കെ, അപ്പോൾ ഒപ്പം തന്നെ ലേബി, ഇന്നിപ്പോൾ മലപ്പുറം പ്രസംഗ വിവാദത്തിനിടെ വെള്ളാപ്പള്ളി നടേശന്റെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് തന്നെയാണല്ലോ ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. അത് 4 മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൊക്കെ വലിയ പ്രതിഷേധവും ഉണ്ടാവും, അതിൽ ശക്തമാവുകയാണ്. എന്തായാലും വെള്ളാപ്പള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ 30ാം വാർഷിക പരിപാടി പ്രതിപക്ഷത്തിന് ഒരു ആയുധമായി മാറുമോ എന്ന് തന്നെയാണ് നോക്കിക്കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, 3 പതിറ്റാണ്ട് SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ തുടരുന്ന വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വീകരണം ഒരുക്കുകയാണ് കണിച്ചുകുളങ്ങരയിൽ. SNDP പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഈ മലപ്പുറം വിവാദത്തിൻ്റെ ഒരു അലയൊലി തീർന്നിട്ടില്ല. അതിനെ തുടർന്നുണ്ടായൊരു ബഹളങ്ങൾ അവസാനിച്ചിട്ടില്ല. ഏതായാലും മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ പ്രത്യേക പ്രിവിലേജ് മുസ്ലിംസിനുണ്ടെന്നും അവിടെ ഈഴവർ ഭയന്നാണ് കഴിയുന്നത് എന്നൊക്കെയാണ് വിവാദപരമായ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിനെ തുടർന്ന് വിവിധ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വീകരണ പരിപാടി കണിച്ചുകുളങ്ങരയിൽ നടത്തുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തില്ല എന്നുള്ളൊരു അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നുണ്ട്. 4 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിവാദമൊക്കെ ഉണ്ടെങ്കിലും ഈ SNDP യൂണിയൻ്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചില്ല. മുഖ്യമന്ത്രി എത്തുന്നു. ഇന്ന് കൊച്ചിയിൽ 3 മണിക്കൊരു പരിപാടിയുണ്ട്. അതിനുശേഷം നേരെ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം KPMSൻ്റെ പരിപാടിയും ആലപ്പുഴയിലുണ്ട്. ഏതായാലും ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഇത് ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുമോ എന്നൊക്കെ നമുക്ക് ഈ വരും ദിവസങ്ങളിൽ തന്നെ കാണാം. ഏതായാലും അതിൻ്റെ ഒരു വിവാദം, ഈ മലപ്പുറം പരാമർശത്തിൻ്റെ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഈ വലിയ സമ്മേളനം നടക്കുന്നത് എന്നത് തന്നെയാണ് പ്രത്യേകത. ശ്രുതി ലബി, അതുപോലെ തന്നെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുണ്ടല്ലോ. അപ്പോൾ അതിൽ പിടിയിലായ സുൽത്താനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും അല്ലേ? ഒരു കാര്യമാണ് അറിയേണ്ടത്, ഈ സിനിമാ താരങ്ങളിലേക്കൊക്കെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഇനി പോകുമോ ലബി?
വെങ്കി അവസാനം ചോദിച്ചതിൻ്റെ ഉത്തരം ആദ്യം പറയും. കാരണം സിനിമാ മേഖലയിലേക്ക് അന്വേഷണം പോകുക എന്നുള്ളതൊക്കെ അന്വേഷണം പോകാൻ സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഇതെവിടെ എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ വെങ്കിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, 2015 ആദ്യത്തെ കൊക്കൈൻ കേസ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസുമായിരുന്നു. അന്ന് അതിൽ ഉൾപ്പെട്ടത് സിനിമാ നടൻ ശ്രീനാഥ് ഭാസിയായി ഷൈൻ ടോം ചാക്കോയായിരുന്നു. ഈ ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ ഉൾപ്പെടുന്നു. അതേ തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന, അന്ന് പോലീസ് റെയ്ഡ് നടത്തിയൊക്കെയാണ് പിടിച്ചത്, കൂടെ ഉണ്ടായിരുന്ന 4 മോഡലുകളെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇതിൽ കേസിലാകെ 8 പേർ പെട്ടു. പിന്നീട് അവരെല്ലാവരെയും അടുത്തിടെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ, ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഓംപ്രകാശിൻ്റെ കേസ് വരുന്നത്. അതിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാറ്റനുമൊക്കെ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അവസ്ഥയൊക്കെ എന്താണ് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ആലപ്പുഴയിലെ കാര്യമാണെങ്കിൽ ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ സുൽത്താനെ കേന്ദ്രീകരിച്ച് നടക്കും. അതുമാത്രമല്ല, മുഖ്യപ്രതി തസ്ലീമയുടെ ഈ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം കിട്ടാനുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധന ഫലമൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇവരെ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടുകയുള്ളൂ. അതുമാത്രമല്ല, ഈ സിനിമാ മേഖലയിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ പേര് ഉയർന്നു കേട്ടിട്ടുള്ള ശ്രീനാഥ് ഭാസിയിലേക്കും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയിലുമൊക്കെ അന്വേഷണം പോകും എന്നുള്ള കാര്യം ഏതാണ്ട് പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാലും എത്തരത്തിലായിരിക്കും, എപ്പോഴായിരിക്കും അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുക, എത്തരത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വെങ്കി.